2024 ഡിസംബർ മാസം 24-ാം തീയതി ആരംഭിച്ച ജൂബിലി വർഷം സമാപനം കുറിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് തൊട്ടു മുമ്പായി 9:30 മണി നേരത്താണ് വിശുദ്ധ വാതിൽ അടയ്ക്കുന്നതിനുള്ള തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത്. പരിശുദ്ധ പിതാവ് ഗാനങ്ങളോടുകൂടി വിശുദ്ധ വാതിലിന് മുമ്പിൽ എത്തി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വിശുദ്ധ കവാടം, അതായത് വിശുദ്ധ വാതിൽ അടയ്ക്കുകയും അതിനുശേഷം ഒത്തിരിയേറെ കർദിനാൾമാരും വൈദികരും വിശ്വാസികളും അടക്കം അനേകം പേര് ഉൾപ്പെട്ട വിശുദ്ധ കുർബാന അർപ്പിക്കുകയുമാണ് ചെയ്തത്. വളരെ പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന പോലെ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന തീം എടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്ത ഈ ജൂബിലി വർഷം, പ്രത്യേകിച്ച് ജൂബിലി വർഷത്തിന്റെ ഡോർ അടഞ്ഞാലും വിശുദ്ധ വാതിൽ അടഞ്ഞാലും കർത്താവിന്റെ ഹൃദയം, കരുണയുടെ ഹൃദയം എന്നെന്നും എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവ് പ്രാർത്ഥനയിലൂടെ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് മൊത്തം ജൂബിലി വർഷത്തിലെ കുറിച്ച് നോക്കുമ്പോൾ 31 ദശലക്ഷം ആൾക്കാരാണ് ജൂബിലി വർഷത്തിൽ വരുമെന്ന് ഉള്ള എസ്റ്റിമേറ്റ് ആദ്യമേ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് 33.5 ദശലക്ഷം വിശ്വാസികളാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 185 രാജ്യങ്ങളിൽ നിന്നും വത്തിക്കാൻ സ്ക്വയറിലേക്കും റോം മഹാനഗരത്തിലേക്കും കടന്നു വന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 4 പേപ്പൽ ബസിലിക്ക സന്ദർശിച്ച് ഇവര് പൂർണ്ണ ദണ്ഡവിമോചനം നേടുകയും ഒത്തിരിയേറെ കുമ്പസാരത്തിലൂടെ കൂദാശകളിലൂടെ അനുഗ്രഹം പ്രാപിച്ച് വിശ്വാസത്തിന്റെ വലിയ സാക്ഷികളായിട്ടാണ് എല്ലാ വിശ്വാസികളും തിരിച്ചു പോകുന്നത്. ഒഫീഷ്യലായിട്ട് ഈ ജൂബിലി വർഷത്തിന് സമാപനം കുറിക്കുമ്പോൾ വിശുദ്ധ സെന്റ് പീത്രോ ബസിലിക്കായുടെ ഹോളി ഡോർ അടയ്ക്കപ്പെടുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രതീക്ഷയുടെ ഈ വലിയ സന്ദേശം ലോകത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വിശ്വാസി ജനങ്ങളും ലോകത്തിലേക്ക് അവരുടെ വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച ഈ വിശുദ്ധ ജൂബിലി ലിയോ 14 മാർപ്പാപ്പയാണ് അവസാനിപ്പിക്കുന്നത്. അത് തിരുസഭയുടെ ചരിത്രത്തിൽ രണ്ടാമതാണ് ഒരു മാർപ്പാപ്പ ജൂബിലി വർഷം ആരംഭിച്ചിട്ട് മറ്റൊരു മാർപ്പാപ്പ അവസാനിപ്പിക്കുന്നത്. അത് സംഭവിച്ചത് 1700-ാം ആണ്ടിലാണ്. വിനോസന്റ് മാർപ്പാപ്പ വിശുദ്ധ വാരം ആരംഭിക്കുകയും അതിനുശേഷം വിശുദ്ധ ക്ലെമന്റ് 11-ാമൻ മാർപ്പാപ്പയാണ് 1700-ലെ വിശുദ്ധ ജൂബിലി അവസാനിപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒത്തിരിയേറെ വ്യത്യസ്തത നിറഞ്ഞ ഈ ജൂബിലി വർഷം എല്ലാവർക്കും സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും തന്നെ വലിയ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒത്തിരിയേറെ ജനങ്ങൾ ഇവിടെ വന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ അവസാനമായിട്ട് സെന്റ് പീത്രോ ബസിലിക്കയിൽ ദിവ്യബലിക്ക് ശേഷം അഞ്ചലൂസ് ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തു. അങ്ങനെ ഒഫീഷ്യലായിട്ട് 2025 ആരംഭിച്ച ഈ ജൂബിലി വർഷം അവസാനിക്കുകയാണ്. നമുക്ക് വത്തിക്കാനിൽ നിന്ന് കിട്ടുന്ന ഔദ്യോഗിക വാർത്തയനുസരിച്ച് അടുത്ത ജൂബിലി വർഷം 2050 ആണെങ്കിലും 2033 കർത്താവിന്റെ റിഡംഷന്റെ, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ മഹാജൂബിലി, എക്സ്ട്രാ ഓർഡിനറി ജൂബിലി ഉണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും ഇതുപോലെയുള്ള അവസരങ്ങൾ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പൂർണ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനും നമുക്ക് റിന്യൂവൽ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ പ്രത്യാശയുടെ ഒരു സന്ദേശം തന്നെയാണ് ജൂബിലി വർഷം അവസാനിക്കുമ്പോൾ എല്ലാവരും വളരെ വിശ്വാസത്തിന്റെ വലിയ സന്ദേശവുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. സെന്റ് പീറ്റർ ബസിലിക്കയുടെ വിശുദ്ധ വാതിൽ അടയ്ക്കപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അത് ഒഫീഷ്യലായിട്ട് സീൽ ചെയ്യുന്നത് 10 ദിവസത്തിന് ശേഷമാണ്. വത്തിക്കാന്റെ ഒഫീഷ്യൽ ലിറ്റർജിക്കൽ സെലിബ്രേഷന്റെ ആരാധനക്രമം അതിനുണ്ടായിരിക്കും. അതിന് പ്രത്യേകിച്ച് സെന്റ് പീത്രീനി എന്നറിയപ്പെടുന്ന ടെക്നീഷ്യൻസ് ആണ് ഹോളി ഡോറിന്റെ പുറകിലായിട്ട് ഇഷ്ടികൾ കൊണ്ട് ഒരു വാള് നിർമ്മിക്കും. അങ്ങനെ ഒഫീഷ്യലായിട്ട് അത് സീൽ ചെയ്യും. ഒഫീഷ്യലായിട്ട് സീൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റൽ ക്യാപ്സൂൾ ഉണ്ടായിരിക്കും. ആ മെറ്റൽ ക്യാപ്സൂളിൽ 3 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ടുള്ളത്. ആദ്യമായിട്ട് ജൂബിലിയുടെ പ്രധാനമായ ഇൻഫർമേഷൻ അടങ്ങുന്ന കാര്യങ്ങളുണ്ടാവും. അതായത് ജൂബിലി സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണ്, അവസാനിച്ചത് എപ്പോഴാണ് എന്നൊക്കെയുള്ളത്. അതുപോലെ തന്നെ ജൂബിലിയുടെ പ്രധാനമായിട്ടും ജൂബിലി ഡോറിന്റെ പ്രധാനമായ കീ അതിനുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ക്യാപ്സൂളിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ജൂബിലിയുടെ എംബ്ലം കൊത്തിയ ഒരു ജൂബിലിയുടെ നാണയം ഉണ്ടായിരിക്കും. അതും അതിൻ്റെ ഉള്ളിൽ വെച്ച് അവർ സീൽ ചെയ്ത് ഒഫീഷ്യലായിട്ട് അടയ്ക്കുന്നതായിരിക്കും. അതോടുകൂടി ഒഫീഷ്യലായിട്ട് ജൂബിലി വർഷത്തിന് സമാപനം കുറിക്കുന്നതായിരിക്കും. ഏതായാലും തീർച്ചയായിട്ടും വിശ്വാസത്തിന്റെ പ്രതീക്ഷയുടെ തീർത്ഥാടകരായിട്ട്
എല്ലാ വിശ്വാസികളും ഈ ജൂബിലി വർഷത്തിൽ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്. പ്രതീക്ഷയുടെ തീർത്ഥാടകർ എന്നത് തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു ആപ്തവാക്യം തന്നെയായിരുന്നു ജൂബിലി വർഷത്തിൽ എല്ലാവർക്കും അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചത്. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഫാദർ ജോബി പോളിനോടൊപ്പം ഗുഡ്നസ് ചാനലിന് വേണ്ടി ഫാദർ ജോജി പോൾ.